ഹലോ, വെൽക്കം ബാക്ക് ടു സിംപ്ലി ഫിലിമി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ചായി നമ്മുടെ ചാനലിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നാളായിട്ട് സ്ഥിരമായിട്ട് സിനിമ കണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലായിരുന്നില്ല. വീടിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പം നല്ല ഏതെങ്കിലും ഒരു സിനിമയോട് കൂടിയിട്ട് നമ്മുടെ റിവ്യൂ പരിപാടി റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് ഇങ്ങനെ കരുതിയിരിക്കുമായിരുന്നു. അപ്പം ഈ ഇടയ്ക്ക് കണ്ട സിനിമകളിലൊന്നും അത്രയ്ക്കൊരു ഇമ്പ്രസീവ് ആയിട്ടുള്ള സിനിമ പിന്നെ അങ്ങനെ വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ പോസ്റ്റ് ചെയ്യാതിരുന്നത്. ഫൈനലി ദി മോസ്റ്റ് അവൈറ്റഡ് ഫിലിം ഓഫ് 2026 ദൃശ്യം 3 ഇന്ന് റിലീസായി. ഞാനിന്നിവിടെ കൊച്ചിയിൽ വെച്ച് കണ്ടു. അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ദൃശ്യം 3 നമുക്കറിയാവുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണ്, നമുക്കറിയാവുന്ന സിറ്റുവേഷൻസ് ആണ്, നമുക്കറിയാവുന്ന പ്ലോട്ടാണ്, ഇതുവരെ വന്നിട്ടുള്ള കഥകളെല്ലാം നമുക്കറിയാവുന്നതാണ്. അവിടെ നിന്നും ദൃശ്യം 3യിലേക്ക് വരുമ്പോൾ ദൃശ്യം 2 വന്ന് നിർത്തിയ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നാണ് ദൃശ്യം 3 സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ പറയുക, ദൃശ്യം 1, 2 കണ്ടിട്ടുള്ള അതേ ഒരു സെയിം എന്താ പറയുക ഒരു കഥ പറച്ചിൽ രീതി തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ആദ്യ പകുതിയിൽ ഫാമിലി ഇമോഷൻസിനും അതുപോലെ തന്നെ അവരുടെ ഫാമിലിയിലുള്ള കൊച്ചു കൊച്ചു മൊമെന്റ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ ഒരു ഫ്ലോയിൽ പോകുന്ന സിനിമ സെക്കൻഡ് ഹാഫോട് കൂടി കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു ത്രില്ലർ മോഡിലോട്ട് കയറുന്നുണ്ട്. എന്താ പറയുക, ഉദ്വേഗജനകം ആവുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ പോകുന്നു. ആൻഡ് ഫസ്റ്റിലത്തെയും സെക്കൻഡിലെയും ക്യാരക്ടേഴ്സ് അവരെ കൂടാതെ ചില വേറെ കുറച്ച് ക്യാമിയോസും ഈ സിനിമയിലുണ്ട്. അത് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, വെറുതെ സ്പോയിൽ ചെയ്യണ്ട. കഴിവതും കമന്റ് ബോക്സിലും ആരും വന്ന് സ്പോയിൽ ചെയ്യാതിരിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ വീഡിയോസ് ഇങ്ങനെ കാണുന്നുണ്ട്. കുറച്ച് പേര് വീഡിയോസ് ഒക്കെ എടുത്ത് ഇടുന്നുണ്ട്. എന്തിനാണോ അങ്ങനത്തെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ബാക്കിയുള്ള ആൾക്കാരുടെ ആസ്വാദനം നിങ്ങൾ കാരണം നഷ്ടപ്പെടുത്താതിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പം നമ്മൾ ദൃശ്യം 1, 2 കണ്ടിട്ടുള്ള സെയിം ഒരു കഥ പറച്ച രീതി തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഒരു ഫാമിലി ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്ത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം കുറച്ചും കൂടെ ത്രില്ലിംഗ് മൂഡിലോട്ട് കയറുന്നുണ്ട്. ആൻഡ് ഈ സിനിമയിൽ എനിക്ക് എടുത്തു പറയത്തക്ക ഒരു നെഗറ്റീവായിട്ട് എനിക്ക് സിനിമയിൽ ഫീൽ ചെയ്തു എന്നുള്ളത് പറയുകയാണെങ്കിൽ ഡയലോഗ്സ് ആണ്. അതായത് സിറ്റുവേഷൻസ് ഓക്കെ, ഒരു ഇവരുടെ നമുക്കറിയാമല്ലോ ജോർജ് കുട്ടിയുടെ ഫാമിലിയിൽ എന്തൊക്കെ സംഭവിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങളെന്ന്. ആ രീതിയിലൊക്കെ തന്നെ പോകുന്നുണ്ടെങ്കിലും ഡയലോഗ്സിൽ വല്ലാണ്ട് ഡ്രാമാറ്റിക് ആവുന്നുണ്ടായിരുന്നു. ഭയങ്കര ഓവർ ഡ്രാമ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇവരുടെ, എസ്പെഷ്യലി റാണിയും ജോർജ് കുട്ടിയായിട്ടുള്ള സംഭാഷണത്തിൽ, മക്കളുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ അങ്ങനെ മൊത്തത്തിലൊരു ഡ്രാമ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഡയലോഗിൽ. ജിത്തു ജോസഫിന്റെ സ്റ്റോറി വൈസ് പുള്ളി എഴുതി വെച്ചേക്കുന്നത് കിടിലമായിരുന്നു. അതായത് പടത്തിന്റെ പ്ലോട്ട് ട്വിസ്റ്റുകളാണെങ്കിലും ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ട്വിസ്റ്റുകളാണ് ക്ലൈമാക്സിലേക്ക് സംഭവിക്കുമ്പോൾ വന്നേക്കുന്നത്. പക്ഷെ ഡയലോഗ്സിൽ ഒരു നാടകീയത ഉണ്ടായിരുന്നു. കാരണം ഡയലോഗ്സ് ഭയങ്കര ഒരു എന്താ പറയാ, ഇപ്പം ഞാനും തൊടുപുഴക്കാരനാണ്, പക്ഷെ നമ്മളൊന്നും ഇങ്ങനത്തെ അച്ചടി ഭാഷയല്ല ഉപയോഗിക്കുന്നത്, മനസ്സിലായോ? അതായത് കുറച്ചൊരു ഭയങ്കര ഓവർ ഡ്രമാറ്റിക് ആയിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് ഡയലോഗ്സ് ആയിരുന്നു. മേ ബി അതുകൊണ്ടാവാം പലരും ഇതിനെ ഒരു സീരിയൽ എന്നൊക്കെ വിളിക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ പറയാനൊന്നും തോന്നിയില്ല. പക്ഷെ ഡ്രമാറ്റിക് ആയിരുന്നു ഡയലോഗ്സ്. അതർ ദാൻ ദാറ്റ് ഇതൊരു കിടിലൻ സിനിമയാണ്. നല്ലൊരു അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ഉള്ള, കാരണം എന്താ വെച്ചാൽ ഇതിന് ഒരുപാട് പറയാൻ പറ്റത്തില്ല. കാരണം എങ്ങാൻ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മേ ബി നിങ്ങളുടെ ആസ്വാദനത്തെ സ്പോയിൽ ചെയ്യുന്ന പോലെ ആവും. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഗോ ആൻഡ് വാച്ച് ഇറ്റ്. ഏറ്റവും നല്ല സ്ക്രീനിൽ ഏറ്റവും നല്ല സൗണ്ട് സിസ്റ്റത്തിൽ തന്നെ പോയിരുന്ന് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സിനിമയിൽ ക്ലൈമാക്സിലേക്ക് വരുമ്പം ജോർജ് കുട്ടി എന്താ പറയുക, സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ എന്നൊക്കെ പറഞ്ഞ പോലെ ജോർജ് കുട്ടി നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. ജോർജ് കുട്ടി ഒരു അസാധ്യ ക്ലാസിക് ക്രിമിനൽ തന്നെയാണ്. അതൊരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ്. ഇൻഫാക്ട് ജിത്തു ജോസഫിന്റെ ഇതിന് മുന്നത്തെ സിനിമയെ വലതുവശത്തെ കള്ളനൊന്നും എനിക്ക് അത്ര ഇംപ്രസീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ പുള്ളിയുടെ തന്നെ ദി മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഫ്രാഞ്ചൈസ് ആണ് ദൃശ്യം. അതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡിന് താഴത്തേക്ക് പോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന ഡയലോഗ് റൈറ്റിങ്ങിന്റെ കേസ് ഒഴിച്ചു നിർത്തിയ സ്റ്റോറി ആണെങ്കിലും അതേപോലെ തന്നെ പ്ലോട്ട് ട്വിസ്റ്റുകളാണെങ്കിലും അതിൽ വരുന്ന ബാക്കിയുള്ള ക്യാമിയോസ് ആണെങ്കിലും മൊത്തത്തിൽ നല്ലപോലെ മേക്ക് ചെയ്തിട്ടുള്ള നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ കാര്യം എടുത്തു പറയണം. അനിൽ ജോൺസൺ ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ എല്ലാ സിനിമകൾക്കും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഈ കക്ഷി തന്നെയാണ്. അടിപൊളിയായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. തിയേറ്ററിലെ അറ്റ്മോസ്ഫിയർ കേൾക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ക്യാമറ വർക്ക് അത്യാവശ്യം നല്ലതായിരുന്നു. ക്യാമറ ചെയ്തിരിക്കുന്നത് ഐ തിങ്ക് ആളുടെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ അതുപോലെ തന്നെ മാക്മെത്ത് ആണ് VFX ചെയ്തിരിക്കുന്നത്. VFXൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പോരായ്മകൾ കാണാം. പക്ഷെ നമ്മൾ സ്റ്റോറിയിൽ നമ്മൾ ഇന്നായതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കില്ല. കാരണം നമ്മൾ ഓൾറെഡി ജോർജ് കുട്ടിയുടെ അവരുടെ ഫാമിലിയിലാണ് നമ്മൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വരുന്ന VFXലുള്ള ചില പോരായ്മകളും നമ്മൾ ശ്രദ്ധിക്കില്ല.
അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ. ലാലേട്ടൻ്റെ ബർത്ത്ഡേ ദിവസം ഫാൻസിന് വേണ്ടി പുള്ളി തന്ന ഒരു ട്രീറ്റ് തന്നെയാണിത്. എന്താ പറയുക, അതിഗംഭീരമായിട്ടുള്ളൊരു സിനിമ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. പിന്നെ ഞാൻ ഈ പറഞ്ഞത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്, ഈ നാടകീയത കേസുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അത് ഓർത്ത് നിങ്ങൾ സിനിമ കാണാതിരിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു ഒരു കിഡിലൻ പരിപാടി. ലാസ്റ്റ് 30 minutes ഓഫ് ദി ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഭയങ്കര, ഞാൻ ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ട്രെയിലർ കണ്ടും ടീസർ കണ്ടും നമ്മൾ പലതും പ്രതീക്ഷിക്കുമല്ലോ, പക്ഷെ ഇത് ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. അങ്ങനത്തെയുള്ള പോയിരുന്നൊരു സിനിമ. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ. താങ്ക് യു.